ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം വിശ്വസിക്കുന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവഭക്തന് പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ പൗരത്വമുള്ള ഒരു ദൈവ പൈതൽ എക്കാലവും കാത്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയാണ്. കാത്തിരിക്കുന്ന ഭക്തന്മാർക്കു വേണ്ടി അവൻ ഒരിക്കൽ കടന്നു വരികയും തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുകയും ചെയ്യും എന്നുള്ള സത്യം നാം അറിയുന്നുവല്ലോ. ഇതുവരെയും ഈ പൗരത്വം സ്വീകരിപ്പാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ അംഗത്വത്തിൽ സന്തുഷ്ടരായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകം അവസാനിക്കും. ഇതിന് അന്ത്യം കുറിക്കുന്ന ഒരു നാളുണ്ടാകും. അപ്പോൾ നമ്മുടെ പൗരത്വം ഇവിടെ നിന്ന് നഷ്ടമാകും. എന്നാൽ നിങ്ങളിപ്പോൾ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പൗരനായിരിക്കുമ്പോൾ തന്നെ സ്വർഗീയ പൗരത്വം കരസ്ഥമാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമെന്ന് മാത്രമല്ല, യുഗായുഗങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ആ പൗരത്വത്തിൽ സ്വർഗീയ കനാനിൽ കഴിയുവാൻ നമുക്ക് കഴിയും. ഇല്ല എങ്കിൽ ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. ഭൂമിയും അതിൻ്റെ അവസ്ഥകളും ഇല്ലാതായി മാറും. ലോകം മറ്റൊരുവൻ്റെ അധീനതയിലായിത്തീരും. കാലങ്ങൾക്ക് ശേഷം ഒന്നുമില്ലാത്ത അവസ്ഥയിലായിത്തീരും. എൻ്റെയും നിങ്ങളുടെയും പൗരത്വം സ്വർഗത്തിലില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമായി മാറും. ആകയാൽ രാവിലെ സമയം ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു, പൗരത്വം സ്വർഗത്തിലാക്കുക. സ്വർഗത്തിൽ പൗരത്വമാക്കുവാൻ എന്ത് ചെയ്യണം? പണം മുടക്കില്ല, മറ്റ് യാതൊരു ത്യാഗപരമായ അനുഭവങ്ങളും ആവശ്യമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. എന്താണ് ആ കാര്യം? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. യേശു ക്രിസ്തു ജീവിതത്തിൻ്റെ അകത്തെ കർത്താവായി തീരണം. യേശു നിങ്ങളുടെ കർത്താവായി തീർന്നാൽ, രക്ഷിതാവായ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പൗരത്വം സ്വർഗത്തിലുണ്ടാകും. അപ്പോൾ തന്നെ ഈ പൗരത്വം നിലനിർത്തേണ്ടതിന് സദാ ജാഗരിച്ചും കൽപ്പനകളെ പ്രമാണിച്ചും ദൈവീയ ഉപദേശങ്ങളിൽ അനുസരിച്ച് നടക്കുകയും ചെയ്താൽ ഈ പൗരത്വം ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടമാകുകയില്ല. ആകയാൽ പ്രിയമുള്ളവരെ, രാവിലെ സമയം ദൈവം നമുക്ക് ഉറപ്പു തരുന്നു, നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.